നമസ്കാരം. ഇന്ന് നിഫ്റ്റിയുടെ ചാർട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇന്നൊരു നെഗറ്റീവ് സൈഡാണ് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് കാണിക്കുന്നത്. മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് അവേഴ്സിലുള്ള ഒരു ഓപ്ഷൻ പ്രീമിയത്തിലേക്ക് ചെയിനിലേക്ക് തന്നെ നമുക്കിപ്പോൾ 24,800 ആ റേഞ്ചിലാണ് ഓപ്പണിംഗ് സമയം ഉള്ളത്. 24,900 10:40 ആയപ്പോഴത്തേക്ക് ഡൗൺ സൈഡ് വന്ന് 24,800 അല്ലെങ്കിൽ നമുക്ക് 24,900 റേഞ്ച് എടുക്കും. 24,900ൻ്റെ നിഫ്റ്റി 24,900ൻ്റെ സൈഡ് കോൾ സൈഡാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് മാർക്കറ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പ്രീവിയസ് ഡേ ഹൈ ലോ പോയിൻ്റ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. പ്രീവിയസ് ഡേ ലോ ആയിട്ട് ഈ പോയിൻ്റാണ് കാണുന്നത്. അത് നമ്മൾ നോക്കിയിട്ട് റെസിസ്റ്റൻസ് ഏരിയ വരയ്ക്കാം. പ്രീവിയസ് ഡേയുടെ പോയിൻറ്റ്സ് ഇതാണ്. ഇത് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പ്രീവിയസ് ഡേ ലോ അല്ല, പ്രീവിയസ് ഡേ ക്ലോസിംഗ് ആയിരുന്നു. അതും ഇത് ഏരിയ റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. അതുപോലെ ഈ ഏരിയയും ഒരു റെസിസ്റ്റൻസ് അഥവാ സപ്പോർട്ട് ഏരിയ ആയിട്ട് വരയ്ക്കാവുന്നതാണ്. ഈ ഏരിയ ലൊക്കത്തിന് ഓക്കെ മാറ്റി വരയ്ക്കാം. ഈ ബ്ലൂ ലൈൻസ് കാണിക്കുന്ന പ്രീവിയസ് ഡേയിലെ ട്രേഡിനെ ബേസ് ചെയ്തുള്ള ലോയും സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കോൾ സൈഡിൽ നോക്കാം. വിവാപ്പിന് മുകളിൽ നമുക്ക് എവിടെ എൻട്രി കിട്ടുന്നു എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇന്നത്തെ വിവാപ്പിന് മുകളിലായിട്ട് ഈ ഭാഗത്ത് എവിടെയും തന്നെ വിവാപ്പിന് മുകളിൽ നമുക്ക് കിട്ടുന്നില്ല. ഇവിടെയാണ് വിവാപ്പിന് മുകളിൽ നമുക്കൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി എൻ്റെ ഘടകങ്ങളോട് നോക്കാം എങ്ങനെയൊക്കെയാണെന്ന്. വിവാപ്പിന് മുകളിൽ അവിടെ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയപ്പോൾ RSI 50 എബോവ് ക്രോസ് ചെയ്യുന്നില്ല. RSI 50 എബോവ് ക്രോസ് ചെയ്യുന്നില്ല. നോക്കിക്കുന്നു, RSI 50 എബോവ് ക്രോസ് ചെയ്യുന്നില്ല. RSI 50 എബോവ് ക്രോസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഈ ഒരു ക്യാൻഡിലിന് നേരെയാണ് RSI 50 എബോവ് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമാണ് നമുക്കൊരു എൻട്രി എടുക്കാനൊരു അവിടെ ചാൻസ് കിട്ടും നമ്മുടെ റൂളും പ്രകാരം. അപ്പോൾ വിവാപ്പിനോട് ചേർന്ന് എൻട്രി എടുക്കുക, അല്ലെങ്കിൽ ഈ ലെവലിൽ വരച്ച് കാണിക്കുക. ഈ ലെവലിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് ലെവലിൽ നോക്കുക. അങ്ങനെ നോക്കിയിട്ട് ബൈ ഓർഡർ സെറ്റ് ചെയ്യുക. അവിടെ ബൈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത ഒരാൾ ഒന്ന് നോർമലി വിവാപ്പിന് തൊട്ട് താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത്. ഇത് കുറച്ച് ഹൈ ആകുന്നുണ്ട്. മൂവിങ് അവറിന് താഴെ വെച്ചാലും കുഴപ്പമില്ല. അങ്ങനെ എൻട്രി എടുക്കുക. സ്റ്റോപ്പ് ലോസ് വെച്ച് MACDയും നല്ല പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. ക്രോസിങ് ഇല്ലെങ്കിൽ പോലും പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് MACDയിലുള്ളത്. അങ്ങനെ എൻട്രി എടുത്ത ഒരാൾക്ക് ഈ പിവറ്റ് റേഞ്ച് നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് ഫസ്റ്റ് ടാർഗറ്റ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു 85 താഴെ എൻട്രി എടുത്ത ഒരാൾക്ക് 95 റേഞ്ചിൽ ഫസ്റ്റ് 98 റേഞ്ചിൽ സെക്കൻഡ് ടാർഗറ്റ്. 95 റേഞ്ച് തന്നെയാണ് ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. ഇവിടെ നമുക്ക് ചെറിയൊരു മൂവ്മെൻറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. അല്ലെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചാലും ഈ ടാർഗറ്റ് തന്നെ അതിന് തൊട്ട് താഴെയായിട്ട് ഹിറ്റ് ആവുന്നതായി. പിന്നീട് നമുക്ക് വിവാപ്പിനോട് ചേർന്ന് അങ്ങനെ ഒരു എൻട്രി ഇവിടെ കിട്ടുന്നില്ല. ഈ ഒരു പോയിന്റിൽ വിവാപ്പിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസിംഗ് ഉണ്ട്. പക്ഷേ വിവാപ്പിന് അതാണ് RSI 50 എബോവ് ക്രോസ് ചെയ്തൊരു മൂവ്മെൻ്റ് ഇല്ല. അതുപോലെ തന്നെ MACDയും പോസിറ്റീവ് ട്രെൻഡ് അല്ല കാണിക്കുന്നത്. അപ്പോൾ അതൊരു കറക്റ്റ് എൻട്രി ആണ്. പിന്നെ വീണ് നോക്കിയാൽ ഇന്നത്തെ ദിവസം കോൾ സൈഡിൽ 24,900 എവിടെയും നമുക്ക് എൻട്രി ഇല്ല. ഇനി നമുക്ക് 24,900 തന്നെ PE 24,900 PE സൈഡാണ് കാണിക്കുക. 24,900 PE സൈഡാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മളുടെ റൂൾ വിവാപ്പിന് മുകളിലായിട്ട് നമുക്കൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുന്നുണ്ട്. അവിടെ പക്ഷേ ഒരു പ്രശ്നം, RSI ഓവർ സോൾഡ് പൊസിഷൻ. RSI 80 എബോവ് ആണ് കണ്ടിന്യൂ കാണിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളത് എൻട്രി റെക്കമെൻഡ് ചെയ്യുന്നില്ല. തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഒരു ക്യാൻഡിൽ വിവാപ്പിന് മുകളിലായിട്ട് ക്ലോസിംഗ് ഉണ്ട്. എന്നിരുന്നാലും RSI ഡൗൺ സൈഡാണ് കാണിക്കുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ RSI
കറക്റ്റായിട്ട് വരുന്നത്. VWAPന് മുകളിൽ ക്ലോസിങ് കിട്ടുന്ന സാഹചര്യം നമുക്ക് നോക്കാം എവിടെയുണ്ടെന്ന്. ഈ ഒരു ഏരിയ ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടെ RSI ജസ്റ്റ് 50 ക്രോസ് ചെയ്ത് മൂവ് ചെയ്യുന്നുണ്ട്. ഒരു ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ അഥവാ ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ പോസിറ്റീവ് ക്യാൻഡിൽ VWAPന് മുകളിലായിട്ട്, ഒരു സെക്കൻഡ്, VWAPന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ VWAPന് തൊട്ട് മുകളിലായിട്ട് എൻട്രി എടുത്ത ഒരാൾക്ക്, VWAPന് മുകളിൽ തൊട്ട് മുകളിലായിട്ട് എൻട്രി എടുത്ത ഒരാൾക്ക് VWAPന് കുറച്ച് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ബുള്ളിഷ് മൂവ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 260 റേഞ്ചിൽ 260, 255, 260 ആ റേഞ്ചിൽ എൻട്രി എടുത്ത ഒരാൾക്ക് 300 വരെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്ന. പിന്നീട് നമ്മൾ കാണാൻ പോകുന്ന പുട്ട് സൈഡിൽ ഇതൊരു കൺസോൾട്ടേഷൻ ഏരിയ ആയിട്ടാണ് കാണുന്നത്. കൺസോൾട്ടേഷൻ ഏരിയ, അതൊരു ബോക്സ് ടൈപ്പ് കാണാം. ഇതൊരു കൺസോൾട്ടേഷൻ ഏരിയ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് അപ്പ് സൈഡ് ഓർ ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യുമ്പോൾ, ഡൗൺ സൈഡ് കറക്റ്റ് VWAP തന്നെയാണ്. VWAP ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഡൗൺ സൈഡ് മൂവ്മെൻറ്റ്, അപ്പ് സൈഡ് മൂവ്മെൻറ്റ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അത് നോക്കി ട്രേഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതോടൊപ്പം ഇന്നത്തെ മാർക്കറ്റിൻ്റെ പ്രത്യേകത, ഇന്ന് മാർക്കറ്റ് ഓപ്പൺ തൊട്ട് ഈവനിങ് വരെ വാച്ച് ചെയ്തവർക്ക് മനസ്സിലാവും. മാർക്കറ്റ് രാവിലത്തെ ടൈമിൽ ഇപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് കോൾ റേഷ്യോ 0.77 ആയിരുന്നു. കുറേ നേരം അങ്ങനെ നിന്നതിന് ശേഷം 15 അരമണിക്കൂർ ഇടവിട്ട് 0.76, 0.69 ആ റേഞ്ചിലേക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് താഴ്ന്നു വരുന്നുണ്ടായിരുന്നു. അവസാനം 0.52 വരെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണെങ്കിൽ മാർക്കറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കും VWAPും മറ്റ് അണ്ടർലൈൻഡ് സ്റ്റോക്സിൻ്റെ മൂവ്മെൻറ്റും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടി ശ്രദ്ധിച്ചാൽ ഏകദേശം മൂവ്മെൻറ്റ് മനസ്സിലാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ വിക്സ് കൂടി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഐഡിയ കിട്ടും. അതനുസരിച്ച് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. ദിവസേനയുള്ള മാർക്കറ്റ് അനാലിസിസിന് വേണ്ടിയിട്ട് ചാനൽ ഡെയിലി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.